Hi everyone, കഴിഞ്ഞ കുറച്ച് ദിവസമായി നാം ചാനലിനകത്ത് നിയോ ഹെയർ ലോഷനെ കുറിച്ചിട്ട് അനവധി വീഡിയോസുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിയോ ഹെയർ ലോഷൻ്റെ ഫുൾ റിവ്യൂ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ ദോഷഫലങ്ങൾ വല്ലതുമുണ്ടോ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം റിസൾട്ട് ലഭ്യമായിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിയോ ഹെയർ ലോഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നിയോ ഹെയർ ലോഷനുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വീഡിയോ ആണ്. കാരണം ചില വ്യക്തികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിയോ ഹെയർ ലോഷൻ ഉപയോഗിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഷാമ്പൂ ആണ് അത് കഴുകിക്കളയാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ. കാരണം ഇന്ന് മാർക്കറ്റിൽ അനവധി തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റു കെമിക്കൽ അല്ലെങ്കിൽ ഹെർബൽ കോമ്പോസിഷൻ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള അനവധി ഷാമ്പുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. സ്വാഭാവികമായിട്ടും ചിലർക്കും സംശയം ഉണ്ടാവാം ഏത് തരത്തിലുള്ള ഷാമ്പു വേണം ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ ആ സംശയത്തിനുള്ള ഒരു പ്രതിവിധി എന്നുള്ള രീതിയിൽ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോനകത്ത് മെയിനായിട്ടും അത് തന്നെയാണ് പറയുന്നത്, ഏത് തരത്തിലുള്ള ഷാമ്പു ആണ് നിയോ ഹെയർ ലോഷൻ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. ഒരു നിയോ ഹെയർ ലോഷൻ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, മറിച്ച് മുടി കൊഴിഞ്ഞു പോകുന്ന എല്ലാ വ്യക്തികൾക്കും അല്ലെങ്കിൽ തൻ്റെ മുടി നല്ല രീതിയിൽ സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാ വ്യക്തികൾക്കും ഉപയോഗിക്കാൻ സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു ഷാമ്പു എന്നല്ല, ആ ഗണത്തിൽപ്പെട്ടുള്ള അനവധി ഷാമ്പുകളെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത്. ഏതെല്ലാം ഷാമ്പു എന്നുള്ളത് എക്സാമ്പിൾ ഞാൻ വീഡിയോയുടെ അവസാനമായിട്ട് അതിന് കുറച്ച് എക്സാമ്പിൾ തരാം വിത്ത് ഫോട്ടോ സഹിതം. എന്നാൽ ഫസ്റ്റ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നിയോ ഹെയർ ലോഷൻ അല്ലെങ്കിൽ സാധാരണ മുടി കൊഴിഞ്ഞു പോകുന്ന വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന മറ്റു ഷാമ്പുകളെ കമ്പയർ ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് വേറൊരു ഷാമ്പു നാം ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഇതിനടുത്ത് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, മുടി കൊഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ നിയോ ഹെയർ ലോഷൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് സ്വാഭാവികമായിട്ടും മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് വളരെ മൈൽഡായിട്ടുള്ള ഷാമ്പുവാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ മൈൽഡായിട്ടുള്ള ഷാമ്പുവും സാധാരണ ഷാമ്പുവും തമ്മിലുള്ള വ്യത്യാസം പലർക്കും സംശയമുണ്ടാവും. സാധാരണ ഷാമ്പുവിൽ നിന്നും അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പുവിൽ നിന്നും വലിയൊരു വ്യത്യാസം നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മൈൽഡ് ഷാമ്പുവിനെ കുറിച്ച് തന്നെ നമുക്ക് അതിനെ പറയാം. മൈൽഡ് ഷാമ്പു എന്ന് പറയുന്നത്, മൈൽഡ് ഷാമ്പുവിന് അകത്ത് വളരെ വീക്കായ അല്ലെങ്കിൽ വളരെ ഗാഢത കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലോ ലെവലായിട്ടുള്ള മെഡിസിൻ അല്ലെങ്കിൽ ക്ലീനിങ് ഏജൻറ്റോ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് ഏജൻറ്റോ അല്ലെങ്കിൽ നമുക്ക് സർഫാക്റ്റൻറ്റോ എന്ത് വേണമെങ്കിലും പറയാം. അതായത് നമ്മുടെ മുടി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഡിറ്റർജൻറ്റ് എന്നെല്ലാം പറയുമല്ലോ, നമ്മുടെ ഡ്രസ്സ് ക്ലീൻ ചെയ്യുന്നതിന് ഡിറ്റർജൻറ്റ് എന്നെല്ലാം പറയാം. അത്രത്തോളം ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ഘടകങ്ങളും മൈൽഡ് ഷാമ്പൂവിനകത്ത് ഉണ്ടാവില്ല. അതിനകത്ത് ഘടകങ്ങളില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മൈൽഡായിട്ടുള്ള ഡിറ്റർജൻറ്റേ ഉണ്ടാവുകയുള്ളൂ. വളരെ ഡീപ്പായിട്ടുള്ള ഡിറ്റർജൻറ്റ് യാതൊരു കാരണവശാലും മൈൽഡ് ഷാമ്പൂവിനകത്ത് ഉണ്ടാവില്ല. മറ്റു ഷാമ്പുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണത്. ഇപ്പോൾ നമ്മൾ മറ്റു ഷാമ്പുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഹൈ ലെവലായിട്ടുള്ള ക്ലീൻസർ ഉണ്ടാവും, അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് ഏജൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ സർഫാക്റ്റൻ്റ് ഉണ്ടാവും. എന്നാൽ മൈൽഡ് ഷാമ്പൂവിനകത്ത് അത് അത്രത്തോളം ഉണ്ടാവില്ല. അപ്പോൾ ക്ലീൻസിങ് ഏജൻറ്റ് നമ്മുടെ തലമുടിയുടെ അഴുക്ക് കളയാനോ അല്ലെങ്കിൽ ഓയിൽ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള മറ്റു വൃത്തികെട്ട അല്ലെങ്കിൽ അഴുക്ക് പോലുള്ള മറ്റു സംഭവങ്ങളിൽ ഡാൻഡ്രഫ് എല്ലാം റിമൂവ് ചെയ്യാൻ ഹൈ ലെവലായിട്ടുള്ള ക്ലീൻസിങ് ഏജൻ്റ് എല്ലാം അതിനകത്ത് നല്ല നോർമലായിട്ടുള്ള ഷാമ്പൂവിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ അതിൻ്റേതായ ഒരു ദോഷഫലമുണ്ട്. ഇപ്പോൾ പുതിയ മുടി കൊഴിഞ്ഞു പോയൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് പുതിയ മുടി നിയോ ഹെയർ ലോഷനോ അല്ലെങ്കിൽ മറ്റു മിനോക്സിഡിൽ പോലുള്ള മെഡിസിനൊക്കെ ഉപയോഗിച്ച് പുതിയ ബേബി ഫോളിക്കിളുകൾ വരുന്നുണ്ടെങ്കിൽ അവർ വളരെ ഹൈ ലെവലായിട്ടുള്ള ഡിറ്റർജൻറ്റ്, സർഫാക്റ്റൻ്റ് ഏജൻറ്റ് അടങ്ങിയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ മുടി വീണ്ടും കൊഴിഞ്ഞു പോകും, ഇല്ലെങ്കിൽ പുതിയ ഹെയർ ഫോളിക്കിളിന് വരാനുള്ള ഒരു ചാൻസ് അവിടെ കുറഞ്ഞു പോകും സ്വാഭാവികമായിട്ടും. നമുക്ക് പുതിയ ഒരു മുടി വരുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ നിയോ ഹെയർ ലോഷൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റു മുടി വളരാൻ ഉപയോഗിക്കുന്ന മെഡിസിൻ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഗുണമാണ് ലഭ്യമാകുന്നത് നോക്കാം. ഏതായാലും ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിനടുത്തെടുത്ത് പറയേണ്ടത്, നമ്മുടെ മുടി വളരെ നല്ല രീതിയിൽ ഡ്രൈ ആവില്ല, ഓവറായിട്ട് മുടിക്ക് ഡാമേജ് ആയി പോവില്ല, അല്ലെങ്കിൽ സ്പ്ലിറ്റായി പോവില്ല, അല്ലെങ്കിൽ ബേബി ഹെയർ ഫോളിക്കുകൾ ഡാമേജ് ആയി പോവില്ല എന്നീ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് എടുത്തു പറയേണ്ടത്. എന്നാൽ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഡെയിലി ഉപയോഗിക്കാം. ഇപ്പോൾ ചില ഷാമ്പുകളുണ്ട്, അത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റില്ല, ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ മൈൽഡ് ഷാമ്പുകൾ നമുക്ക് ഡെയിലി ഉപയോഗിക്കാം, ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് ഡെയിലി ഉപയോഗിക്കാം. അതുമല്ല, ചില കെമിക്കൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും, അല്ലെങ്കിൽ ചൂട് സമയത്ത് ഔട്ട്സൈഡിൽ പബ്ലിക്കിലെല്ലാം വർക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ടാവാം. അവർക്കെല്ലാം മൈൽഡ് ഷാമ്പു ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പവും അവർക്ക് വരുന്നതില്ല. അതാണ് മൈൽഡ് ഷാമ്പു ഡെയിലി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മൈൽഡ് ഷാമ്പു ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്ലസ് പോയിന്റ്. മാത്രമല്ല, മൈൽഡ് ഷാമ്പു ഓയിലാണെങ്കിലും അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പറഞ്ഞ പോലെ അഴുക്കുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ സാധിക്കും.
നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാം. നമ്മുടെ തലമുടിക്ക് യാതൊരു കുഴപ്പങ്ങളും വരാതെ തന്നെ ഡെയിലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് സ്ട്രോങ്ങർ ക്ലീൻസിങ് ഷാമ്പൂവിന് എടുത്ത് നോക്കാം. അതായത് ചില കെമിക്കൽ കോമ്പോസിഷൻ അടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹൈ ലെവലായിട്ടുള്ള ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ സർഫാക്റ്റൻറ്റ് അല്ലെങ്കിൽ ക്ലീൻസിങ് ഏജൻറ്റ് അടങ്ങിയിട്ടുണ്ടാവും സ്ട്രോങ്ങർ ക്ലീൻസിങ് ഷാമ്പൂവിനകത്ത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ഈ കെമിക്കൽ കോമ്പോസിഷൻ. ഇപ്പോൾ നിങ്ങളൊരാൾ ഫാർമസി പോയിട്ടോ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ടോ നിങ്ങളൊരു ഷാമ്പൂ മേടിക്കുമ്പോൾ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി നിങ്ങൾ ഷാമ്പൂ മേടിക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് അതിൻ്റെ മെയിൻ ഹെഡിങ് മാത്രമേ നമ്മൾ എടുത്ത് നോക്കാറുള്ളൂ. ഓക്കെ, ആൻറ്റി ഹെയർ ഫാൾ, ഓക്കെ മുടി കൊഴിയുന്നത് തടയാനുള്ളത്, അല്ലെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ്, അല്ലെങ്കിൽ അത് മുടിക്കകത്തുള്ള താരം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് മാത്രമേ മെയിനായിട്ട് നോക്കുകയുള്ളൂ. ഇതിനകത്തുള്ള കോമ്പോസിഷൻ ആരും മെയിനായിട്ട് നോക്കില്ല. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള സർഫാക്റ്റൻറ്റ് ഏജൻറ്റ് അടങ്ങിയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട് അടങ്ങിയിട്ടുള്ള ചില ഷാമ്പൂകളുണ്ട്. അപ്പോൾ ഏതാണ് ആ കെമിക്കൽ കോമ്പൗണ്ട് എന്ന് പറയാം. ഞാനൊരു ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ വളരെ ഡീപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് നോക്കിക്കഴിഞ്ഞാലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഞാനത് കൊടുക്കുന്നുണ്ട്. കുറച്ച് എക്സാമ്പിൾ അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാർമസി പോയിട്ടോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് ഈ ഷാമ്പൂ മേടിക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഷാമ്പൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, നന്നായിട്ട് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് മുടിയുള്ള വ്യക്തിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷാമ്പൂ വേണം, തൻ്റെ താരം കളയാൻ അല്ലെങ്കിൽ മുടിക്കകത്തുള്ള അഴുക്ക് കളയാൻ സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർജൻ്റ് ആയിട്ടുള്ള അടങ്ങിയ പ്രൊഡക്റ്റ് മേടിക്കാം. എന്നാൽ ഒരു മൈൽഡ് ഷാമ്പൂ മേടിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും മുടി കൊഴിഞ്ഞു പോയിട്ടുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോകാൻ സാധ്യതയുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ നിയോ ഹെയർ ലോഷൻ പോലുള്ള ലോഷൻ ഉപയോഗിച്ച് മുടി വളരാൻ പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികൾക്ക് ഉപയോഗിക്കേണ്ട ഷാമ്പൂ ആണ് മൈൽഡ് ഷാമ്പൂ അല്ലെങ്കിൽ മൈൽഡ് കോമ്പൗണ്ട് അടങ്ങിയിട്ടുള്ള ഷാമ്പൂ മേടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ പറയാൻ പോകുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ക്ലീൻസിങ് ഏജൻറ്റ് അടങ്ങിയിട്ടുള്ള ഷാമ്പൂ പറയുന്നത് അല്ലെങ്കിൽ അതിനകത്തുള്ള കെമിക്കൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് തന്നെ എടുത്ത് പറയുന്നത് അമോണിയം ലൂറൈൽ സൾഫേറ്റ്, അതുപോലെ തന്നെ സോഡിയം ലൂറൈൽ സൾഫേറ്റ്, ട്രൈ എത്തനോമലമീൻ സൾഫേറ്റ്, ഡൈസോഡിയം ഒലാമിനിക് സൾഫോസക്സിനേറ്റ്. ഇങ്ങനെ കുറച്ച് എക്സാമ്പിളാണ് സ്ട്രോങ് ക്ലീൻസിങ് ഏജൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഷാമ്പൂവിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഞാനിതിനകത്ത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് തന്നെ ഇത് പേരുകളിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്ട്രോങ് ക്ലീൻസിങ് ഷാമ്പൂ, അതായത് വളരെ തിക്കായിട്ടുള്ള മുടിയുള്ള വ്യക്തികൾക്ക് ഉപയോഗിക്കേണ്ട ഷാമ്പൂ ആണ് സ്ട്രോങ് ക്ലീൻസിങ് ഷാമ്പൂ. ഇനി പറയാൻ പോകുന്നത് മൈൽഡ് ഷാമ്പൂ. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് മൈൽഡ് ഷാമ്പൂ ആണ്. നിയോ ഹെയർ ലോഷൻ പോലുള്ള അല്ലെങ്കിൽ മുടി വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉപയോഗിക്കേണ്ട ഷാമ്പൂ ആണ് മൈൽഡ് ഷാമ്പൂ. അപ്പോൾ നിങ്ങളൊരു ഫാർമസി പോയിട്ട് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മേടിക്കുന്ന ഷാമ്പൂവിനകത്ത് ഞാൻ പറയുന്ന കോമ്പൗണ്ടുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് മൈൽഡ് ഷാമ്പൂ. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ പറയേണ്ട കാര്യം കൊക്കോ അമിഡോ പ്രൊപ്പൈൽ ബീറ്റൈൽ, ലോങ് ചെയിൻ എസ്റ്റർ, അതുപോലെ തന്നെ അമോണിയോ എസ്റ്റർ, സിട്രിൽ അമോണിയം ക്ലോറൈഡ്, പോളി ഓക്സി സോർബിട്രൽ എസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഫാറ്റി ആൽക്കഹോൾസ്, കൂടെ തന്നെ ചില നാച്ചുറൽ കോമ്പൗണ്ടുകളും അടങ്ങിയിട്ടുണ്ട് ഈ മൈൽഡ് ഷാമ്പൂവിനകത്ത്. അതായത് ഹൈഡ്രലൈസൈഡ് സിൽക്സ്, ആനിമൽ പ്രോട്ടീൻ ഓർ ഫാറ്റ്, അമിനൽ ആസിഡ്സ്, ഗ്ലിസറൈൻസ്, അമോണിയം ഡൈമെത്തിക്കോൺ, കെരാറ്റിൻ, ഷിയ ബട്ടർ, അങ്ങനെ അനവധി നാച്ചുറൽ ആയിട്ടുള്ള കോമ്പൗണ്ടുകളും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ വളരെ വ്യക്തമായിട്ട് പേര് കൊടുക്കാം. അപ്പോൾ നിങ്ങളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഫാർമസി പോയിട്ടോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് പോയിട്ടോ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് മൈൽഡ് ഷാമ്പൂ ഉപയോഗിക്കുമ്പോൾ ബെനിഫിറ്റ്സ് നോക്കാം. നമ്മളിപ്പോൾ അനവധി ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈൽഡ് ഷാമ്പൂ ഉപയോഗിക്കുമ്പോൾ. അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യേണ്ട ചില ബെനിഫിറ്റ്സ് പറയാം. സ്കാൾപ്പിനകത്ത് അല്ലെങ്കിൽ തലമുടിക്ക് മുകളിൽ ചൊറിച്ചിൽ വരില്ല, അലർജി വരില്ല, ഇറിറ്റേഷൻ വരില്ല. മാത്രമല്ല തലമുടി നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മുടെ തലമുടി അസഹനീയമായിട്ട് ഡ്രൈ ആവാത്ത രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല മുടിക്കൊഴിച്ചിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ മുടി സ്പ്ലിറ്റ് ആവുന്നത്, ഡാമേജ് ആവുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ചില ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈൽഡ് ഷാമ്പൂകളുണ്ട്. അത് ഏത് തരത്തിലുള്ള ഷാമ്പൂ ആയിക്കോട്ടെ, അതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഷാമ്പൂകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഡ്രൈ ഹെയറിന് ഉപയോഗിക്കുന്നുണ്ട്, ഓയിലി ഹെയറിന് ഉപയോഗിക്കുന്നുണ്ട്, തിൻ ഹെയറിന് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നോർമൽ ടു ഡ്രൈ വരെ ഹെയറിന് ഉപയോഗിക്കുന്ന ഷാമ്പുകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ മൈൽഡ് ഷാമ്പു മേടിക്കുമ്പോൾ നിങ്ങൾ തലമുടി ഏതാണെന്നുള്ളത് നോക്കി അതിന് അനുയോജ്യമായത് മേടിക്കുക. ഇനി ഇതിനകത്ത് മൈൽഡ് ഷാമ്പൂവിനകത്ത് എക്സാമ്പിൾ ഞാൻ പറയാം. ഏത് രീതിയിലുള്ള മൈൽഡ് ഷാമ്പൂവാണ് നിങ്ങൾ മേടിക്കേണ്ടത്, നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുള്ള മൈൽഡ് ഷാമ്പുകൾ ഏതെല്ലാമാണ്. അതിന് ഏകദേശം 5-6 എക്സാമ്പിൾസ് ഉണ്ട്. വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. മേ ബി കുറച്ച് കോസ്റ്റ്ലി ആവും, എങ്കിൽ പോലും നല്ല പ്രോഡക്റ്റാണ്. അത് ഞാൻ ഫോട്ടോ സഹിതം ഞാൻ ഈ വീഡിയോസിൻ്റെ അവസാനം കൊടുക്കാം. കാരണം ആ രീതിയിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഫാർമസി പോയി മേടിക്കാവുന്നതാണ്. മാത്രമല്ല മൈൽഡ് ഷാമ്പൂവിനകത്ത് അടങ്ങിയിട്ടുള്ള കോമ്പോസിഷൻ അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്ന മൈൽഡ് ഷാമ്പൂവിനകത്ത് അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഏതെല്ലാം എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഒരു സ്ട്രോങ് ക്ലീൻസിങ് ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ സർഫാക്റ്റൻ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഷാമ്പൂ മേടിക്കാൻ ആഗ്രഹമുള്ള വ്യക്തിക്കാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്.
സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർ ഷെയർ ചെയ്യുക. ഇനി ഏതെങ്കിലും തരത്തിൽ മൈൽഡ് ഷാമ്പു വളരെ വില കൂടിയ പ്രൊഡക്റ്റാണ് ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് തരുന്നത് എങ്കിൽ നിങ്ങളത് മേടിക്കണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബേബിയുടെ അല്ലെങ്കിൽ ഇൻഫാൻറ്റിൻ്റെ ഷാമ്പു മേടിച്ച് ഉപയോഗിക്കാം. കാരണം കുട്ടികളുടെ ഷാമ്പും സ്വാഭാവികമായിട്ടും ഒരു മൈൽഡ് ഷാമ്പു തന്നെയാണ്. കാരണം കുട്ടികളുടെ ഷാമ്പു അവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കമ്പനികൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് അത്രത്തോളം ഹൈ ലെവലുള്ള ഡിറ്റർജൻറ്റോ സർഫാക്റ്റൻറ്റോ ഒന്നും അവർ ആഡ് ചെയ്യില്ല.